ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ അപ്പവും ഗ്രീൻ പീസ് കറിയുമാണ്. അപ്പം ഗ്രീൻ പീസ് കറിക്കുള്ള സവാള ഞാൻ വഴറ്റിയെടുക്കുവാണ്. അപ്പോൾ അതിലേക്ക് ഇച്ചിരി മസാലപ്പൊടി, അതായത് മീറ്റ് മസാലപ്പൊടി ആയിട്ട് ഞാൻ ഇട്ടേക്കുന്നത്. എന്നിട്ട് ആ സവാള എല്ലാം കൂടെ നല്ലപോലെ അരച്ച് ചേർത്താൽ തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് കാപ്പി വേണമെന്ന് പറഞ്ഞ് ഹസ്ബൻഡിന് കാപ്പി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ കൊണ്ട് കൊടുക്കട്ടെ. ഇനി അതെല്ലാം കൂടെ അരച്ചുകൊണ്ട് വന്ന് ഞാനൊന്നും കൂടെ ആ ചട്ടിക്കകത്തിട്ട് ഒന്നും കൂടെ അരപ്പ് മൂപ്പിച്ചിട്ട് ഗ്രീൻ പീസ് അതിലേക്ക് ഇട്ടിട്ട് ഇളക്കിയിട്ട് നല്ല കുറുകിയ കറി കിട്ടും കേട്ടോ. പിന്നെ തേങ്ങ അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് കറി വെക്കുകയും ചെയ്യാം. ഇനി അപ്പത്തിൻ്റെ മാവൊക്കെ നല്ലപോലെ പുളിച്ച് വന്നിട്ടുണ്ട്. വേഗം ഞാൻ കുറച്ച് അപ്പം കൂടെ ചുടട്ടെ. ഇന്ന് പിള്ളേർക്ക് രാവിലെ സ്കൂളിൽ അപ്പം മതിയെന്ന് കേട്ടോ പറഞ്ഞ്, അപ്പവും കറിയും മതിയെന്ന്. അപ്പം ചോറുണ്ടാക്കണ്ടായിരുന്നു. അപ്പം ഞാൻ അവർക്ക് അപ്പവും കറിയൊക്കെ കൊടുത്തു. അവർ ഭക്ഷണമൊക്കെ കഴിച്ച് സ്കൂളിലേക്ക് പോയി. ഇനി താറാവിന് തീറ്റ കൊടുക്കാൻ പോവുകയാണേ. അപ്പോൾ താറാവിൻ്റെ കൂട്ടിലെത്തി നോക്കിയപ്പോൾ അന്ന് ഒരു 5 മുട്ട ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി രാവിലെ തന്നെ ഒന്ന് അഴിച്ചു വിടട്ടെ. ഞാൻ പിള്ളേരൊക്കെ പോയി, അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും ആരുമില്ല. അപ്പോൾ ഞാൻ തന്നെ എന്തൊക്കെയോ കാണിച്ച് എടുക്കും കേട്ടോ. അഴിച്ചു വിട്ട ഉടനെ താഴേക്ക് ഓടി. അവിടെ ഒരു കുളമുണ്ട്, ആ കുളത്തിലേക്കാണ് ഇവർ ഓടുന്നത്. ഓടി വേഗം നീന്തിക്കുളിയാണ്. ഇനി അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോൾ ഹസ്ബൻഡ് വന്ന് കയറ്റിക്കോളും. പിന്നെ എനിക്ക് എൻ്റെ പണിക്ക് പോവാം. ഞാനതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് അടുപ്പിൽ ചാരമൊക്കെ കോരുവാണ്. കഞ്ഞി അടുപ്പത്തിട്ടിട്ടില്ല. രാവിലെ പിള്ളേർ അപ്പം കൊണ്ടായത് കാരണം കഞ്ഞി അടുപ്പത്തിട്ടില്ല. ഇനിയിപ്പം കഞ്ഞി അടുപ്പത്തിടാനുള്ള പരിപാടി നോക്കണം. ഇവിടെയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കട്ടെ. ആ തീയും പിടിപ്പിച്ച്. അപ്പോൾ മഴയായത് കാരണം തീ പിടിക്കാൻ നല്ല പാടാട്ടോ. വിറകിനൊക്കെ ഒരു തണുപ്പാണ്. അതും കഴിഞ്ഞിട്ട് ഞാൻ പെരയൊക്കെ അടിച്ച് വാരി തുടയ്ക്കാൻ പോവാണേ. തുടയ്ക്കണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ അതിന് നേരം കിട്ടുമെന്ന് തോന്നുന്നില്ല. അന്നേരത്തേക്ക് സമയം 12 മണിയായി. ഇപ്പോൾ ചോറും കറിയും ആക്കണ്ടേ. അപ്പോൾ ഞാൻ തക്കാളിക്കറിയും കാബേജ് തോരനും പിന്നെ ഉണക്കസ്രാവില്ലേ അത് ചുട്ടിടിക്കുകയും കൂടെ ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ അതിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണേ. അപ്പോൾ തക്കാളിക്കറി തിളച്ച് അതിലേക്ക് ഞാൻ കടുക് പൊട്ടിച്ചൊഴിക്കട്ടെ. കടുക് ഇവിടുത്തെ തീർന്നു പോയി, അതുകൊണ്ട് ഇച്ചിരി ഉലുവ മാത്രമേ ഉള്ളൂ. ആ ഉലുവായും ചെറിയുള്ളിയും കൂടി ഇട്ട് നല്ലപോലെ മൂപ്പിച്ച് ഒഴിക്കട്ടെ. അപ്പോൾ അത് മൂത്ത് വരുമ്പോൾ ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ടങ്ങ് ഒഴിച്ചാൽ കറിക്ക് നല്ലൊരു കളറൊക്കെ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ തക്കാളിക്കറി റെഡിയായി. ഉച്ചക്കത്തെ പരിപാടി കഴിഞ്ഞു. കേട്ടോ, ഉണക്കമീൻ ചതച്ചതാണ്, കുരുമുളക്. ഇനി ഞാൻ എൻ്റെ പട്ടിക്ക് ചോറുകൊണ്ട് കൊടുക്കാൻ പോവാട്ടോ. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വൈകുന്നേരം ആകാറായി, പിള്ളേർ വരാറായി. അപ്പോൾ അന്ന് അട ഉണ്ടാക്കിയ ഗോതമ്പ് പൊടി ഉണ്ട്, അതുകൊണ്ട് തേങ്ങായും ജീരകവും ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് ഇലയിൽ പരത്തി ഒരു അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണേ. പിള്ളേർക്ക് എപ്പോഴും എന്തെങ്കിലും പലഹാരം വേണം. എന്താ ഉണ്ടാക്കിയെന്ന് ചോദിച്ചുകൊണ്ട് ഓടി വരും. അപ്പോൾ ഇന്ന് രാവിലെ പറഞ്ഞേച്ച് പോയതാണ്. ഇവിടെ കുറച്ച് ഡേറ്റ്സ് ഇരിപ്പുണ്ട്. അപ്പോൾ പാൽ ഇന്നലെ കട്ട പിടിപ്പിച്ച ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയൊരു ഷെയ്ക്ക് അടിച്ച് തരാൻ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ അടിച്ച് പാത്രത്തിലല്ല ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്കട്ടെ എന്ന്. വരുമ്പോൾ നല്ല സന്തോഷമായിക്കോളൂല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അടയ്ക്കുള്ള അടപ്പത്ത് വെക്കാൻ വേണ്ടി പോവാണേ.
അതാണ് നമ്മുടെ ഷെയ്ക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുടിക്കാൻ. ഞാൻ ഇച്ചിരി കുടിച്ച് നോക്കി. പിള്ളേരൊക്കെ വന്നു. അവർക്കിന്ന് പരീക്ഷേൻ്റെ പേപ്പർ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ടാണ് അവർ ഓടി വരുന്നത്. ഇലയുടെ ബന്ധം അതും കൂടെ ഞാൻ അവർക്ക് കൊടുക്കട്ടെ.